എന്ത് കഷ്ടാലേ, ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാണ്ട് ഇങ്ങനെ ഫൈറ്റർ ജെറ്റുകൾ അങ്ങനെ വീഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇറാൻ എന്താ വട്ട് പിടിച്ചതെന്നൊക്കെ തോന്നിപ്പോകും നമുക്ക്. ഏതാണെങ്കിലും F-35 പിന്നാലെ തന്നെ F-15 വീണതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അതിനുശേഷം അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്ന് വീണതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമുക്ക് ഒന്നൊന്നായിട്ട് കാണാം. അതായത് F-35 വീണു, കരിഞ്ഞു, അതായത് ഒന്നുമില്ലാണ്ടായിപ്പോയി. ആ അവസ്ഥയിൽ F-35 വീഡിയോസും ഇമേജസും ഒക്കെ നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് F-15E യുദ്ധവിമാനം തകർന്ന് വീണതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ 2 പൈലറ്റുമാരുണ്ടായിരുന്നത്. ഈ 2 പൈലറ്റുമാരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പല വിമാനങ്ങളും ഈ അതിർത്തിയിലൂടെ അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ 2 പേരെ രക്ഷിക്കണം എന്നുള്ള ചിന്തയാണ്. കാരണം അവർ ഇജക്റ്റ് ചെയ്തിട്ട് ഈ പൈലറ്റ് സീറ്റിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫൈറ്റർ ജെറ്റ് അല്ലെങ്കിൽ ഈ ഫൈറ്റർ ജെറ്റിൽ നിന്ന് വീണ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ഹെലികോപ്റ്റേഴ്സ് ഈ സ്ഥലത്തു കൂടെ ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്റർ മാത്രമല്ല, മറ്റ് ചില വിമാനങ്ങൾ ഇതിലൂടെ ഒക്കെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതേ സ്ഥാനത്ത് തന്നെ IRGCയുടെ സൈഡിൽ നിന്ന്, അവരുടെ സൈഡിൽ നിന്ന് ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അതായത് കുറച്ച് വൈകിട്ടായിരുന്നു. ആരെങ്കിലും ഈ പൈലറ്റ്സിനെ ജീവനോടെ അല്ലാതെ എങ്ങനെയെങ്കിലും പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടു കിട്ടി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ റിവാർഡും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ്റെ സ്റ്റേറ്റ് TV എന്നുള്ള ഒരു വീഡിയോ ഔട്ടായിരുന്നു കുറച്ച് മുമ്പ്. ഇതാണത്. بینندگان عزیز توجه بفرمایید اهالی استان کوهگیلوی ഇതാ പ്രവിശ്യയിലെ ലോക്കൽ TV ആട്ടോ. ലോക്കൽ TVയിൽ ഔട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഖോക്കിലോയ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ ബോയർ അഹമ്മദ് പ്രൊവിൻസിലാണ് ഇത് വരുന്നത്. അപ്പം എനിവൺ ഹൂ സക്സീഡ്സ് ഇൻ ക്യാപ്ചർ ദ അമേരിക്കൻ പൈലറ്റ് അലൈവ് വിൽ റിസീവ് എ വാല്യുബിൾ റിവാർഡ് എന്നാണ് ഇതിൽ പറയുന്നത്. അതിനുശേഷം IRGCയുടെ തന്നെ ഒരു കൺഫർമേഷൻ വരുന്നത് ഞങ്ങൾ പിടിച്ചു എന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു കൺഫർമേഷൻ അതിനുശേഷം വരുന്നുണ്ട്. 2 പൈലറ്റ്സ് ഞങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ അണ്ടറിലാണെന്ന്. പക്ഷേ US-ൻ്റെ സെൻട്രൽ കമാൻഡ് അത് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇല്ല, അവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഈ മറ്റ് വീഡിയോസും ഇതൊക്കെ ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. അതായത് അമേരിക്കൻ മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്, അതായത് C-130 ഹെർക്കുലീസ് ഈസ് ഫ്ലൈയിങ് അറ്റ് ദ വെരി ലോ ആറ്റിറ്റ്യൂഡ് ഓവർ ഇറാൻ. Releasing thermal flare, it's highly likely that the US forces are searching for the pilots of the down E plane. അതായത് ലോ ആറ്റിറ്റ്യൂഡിൽ പറക്കുന്ന US-ൻ്റെ E-13 എന്ന് പറഞ്ഞ ഹെർക്കുലീസ് എന്ന് പറഞ്ഞിട്ടുള്ള എയർക്രാഫ്റ്റ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോ ആറ്റിറ്റ്യൂഡിൽ പറക്കുക മാത്രമല്ല, തെർമൽ ഫ്ലാറ്റ്സ് റിലീസ് ചെയ്യും. അതായത് ചൂടിൻ്റെ ഒരു വികിരണങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്യും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ പൈലറ്റ്സിൻ്റെ കയ്യിലും അതിനെ ഇത് ചെയ്യുന്നതുണ്ടോ. അപ്പം പൈലറ്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി, അവരെവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റഡാർ സിസ്റ്റം പോലത്തെ മറ്റൊരു സിസ്റ്റം അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലോ ആറ്റിറ്റ്യൂഡ്, അത് ഏറ്റവും കുറഞ്ഞ താഴ്ചയിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ സ്ഥാനത്ത് തന്നെ ഈ ഫൈറ്റർ ജെറ്റ് വീണ് അവിടെ സ്ഥലത്തുനിന്ന് ഈ പൈലറ്റ് രക്ഷപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ ഇജക്റ്റ് ചെയ്ത് വന്നിട്ടുള്ള സീറ്റിൻ്റെ പാരച്യൂട്ടിൽ സീറ്റ് വീണതായിട്ടുള്ള സീറ്റുകൾ പുറത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ജീവനോടെ ഇരിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് സെർച്ച് ചെയ്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, അമേരിക്കയുടെ ഹെലികോപ്റ്ററുകളാണ് U-16 ബ്ലാക്ക് ഹോക്ക് എന്ന് പറഞ്ഞിട്ട് ഹെലികോപ്റ്ററുകളുണ്ട്. ഇതെല്ലാം ഈ ഏരിയ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് ഇത് സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഈ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇതിലൊരു അപ്പാച്ചെ ഹെലികോപ്റ്റർ തകരുന്ന വീഡിയോസും പുറത്തോട്ട് വന്നിട്ടുണ്ട്. കാരണം ഇതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട സമയത്ത് തന്നെ ഇതിനെതിരെ വെടിവരുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിനെ താഴുന്നത് ഗ്രൗണ്ടിൽ നിന്ന് ഇതിനെ ലോ ആറ്റിറ്റ്യൂഡിലാണ് എല്ലാം പറക്കുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്യാൻ വന്ന ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ ഡൗൺ ആയിട്ടുള്ളതിൻ്റെ ചില വീഡിയോസും ഇപ്പം പുറത്തോട്ട് വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ഇന്നലത്തെ ഒരു പ്രസ്താവനയോടുകൂടി നമ്മൾ പറഞ്ഞ പോലെ എന്ത് തൊട്ട് കഴിഞ്ഞാലും പിടിക്കണം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം ഇറാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ A-10 എയർക്രാഫ്റ്റ് വിമാനങ്ങൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പൈലറ്റുമാരെ കണ്ടുപിടിക്കാൻ അതിൻ്റെ ഇമേജസ് ആണ്. ഇതൊക്കെ ലോങ് ഷോട്ട് ഇമേജസ് ആണ് ഇതൊക്കെ പുറത്തോട്ട് വരുന്നത്. ഈ ഒരു ഇമേജ് പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി അതല്ലാണ്ട് ഇപ്പം മറ്റൊരു രീതിയിലും അമേരിക്കക്ക് അവിടേക്ക് ആളുകളെ വിട്ട് സെർച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് അങ്ങോട്ട് ഒരാൾ കാലുകുത്തി കഴിഞ്ഞാൽ ഇറാൻ തീർക്കും എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു കരയുദ്ധത്തിലോട്ട് വെറുതെ പറയാൻ പേടിപ്പിച്ച് വെക്കുക എന്നല്ലാണ്ട് അമേരിക്കക്കാർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അടുത്തൊന്നും ഇറങ്ങാനുള്ള ചാൻസ് കാണുന്നില്ല. ഇന്നലെ ഓൾറെഡി IRGCയുടെ ഒരു വെർച്വൽ മീറ്റിങ്ങിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്, എല്ലാവരും റെഡി ആയിട്ടിരുന്നോ, ഏത് സമയം കരയുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇറങ്ങുക, ഒട്ടിക്കുക എന്നിട്ട് പെട്ടിയിലാക്കി തിരിച്ചു വിട്ടുക. ഇതാണ് ഇറാൻ്റെ സൈഡിലുള്ള പ്രതികരണം. അതുകൊണ്ട് തന്നെ
താഴത്തെ ഇറങ്ങി സെർച്ച് ചെയ്യാൻ അമേരിക്കയ്ക്ക് ഒരു രീതിയിലും ഇറാനിൽ നടക്കാത്ത കാര്യമാണ്. അപ്പം ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ സെർച്ച് കഴിഞ്ഞ് ഇവന്മാരെ പിടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥകളെ പിടിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും നെഗോസിയേഷനും കാര്യങ്ങളും വരിക എന്നുള്ളതും, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഈ യുദ്ധത്തിൻ്റെ ഫേസ് തന്നെ കംപ്ലീറ്റ്ലി മാറാനുള്ള ചാൻസ് ഉണ്ട്. ഈ രണ്ടുപേര് അമേരിക്കൻ രണ്ടുപേര് ഇവരുടെ ഈ പൈലറ്റുമാർ ഇവിടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ. ഇനി അത് മാത്രമല്ല, ഇതല്ലാണ്ട് തന്നെ അവിടേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സെർച്ചിങ് ട്രൈ ചെയ്തൊരു സമയത്ത് ഒരു ഗ്രൗണ്ട് വാർ ട്രൈ ചെയ്ത സമയത്ത് ഏകദേശം 200ഓളം പേരെ പിടിച്ചു വെച്ചു. ഓൾറെഡി അമേരിക്കൻ പട്ടാളം ഇറാൻ്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അലി ലാരിജാനി പുള്ളി മരണപ്പെടുന്നതിൻ്റെ മുമ്പ് പുള്ളി പറഞ്ഞിരുന്നു. എൻ്റെ IRGCയുടെ സൈഡിൽ നിന്ന് എനിക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു വാർത്ത ഇപ്പോഴും അവിടെ ഹിഡനായിട്ട് കിടക്കുന്നുണ്ട്. ഈ അക്കൂട്ടത്തിൽ ഇവരെയും കൂടെ പിടിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും യുദ്ധത്തിൻ്റെ ആ ഒരു ഡെപ്ത് ചേഞ്ച് ആവുക എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല, അമേരിക്കക്ക് ഒരു രക്ഷയില്ല. താഴത്തും അല്ലെങ്കിൽ അതായത് നിലത്തും നിൽക്കാൻ പറ്റുന്നില്ല, മുകളിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത്രയും കാലം നിലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം നിലത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ അത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അതേ സ്ഥാനത്ത് മുകളിൽ കൂടെ ബോംബിട്ട് പോലെ വളരെ ഈസി ആയിട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇറാൻ്റെ കയ്യിൽ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം അത്ര ഇതല്ല, അത്ര നല്ല സിസ്റ്റംസ് ഇല്ല. അവരുള്ളതൊക്കെ അമേരിക്ക തകർത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് താഴെന്ന് തോക്കിൻ്റെ വെടി വെച്ചിട്ടാണ് ഇവന്മാർ F-35 പോലത്തെ F-15 F-16 ഒക്കെ താഴ്ത്തുകളിരുന്നത്. ഇവന്മാരുടെ കയ്യിൽ എയർ ഡിഫൻസ് സിസ്റ്റം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് സിസ്റ്റങ്ങൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇവന്മാർ അടിച്ച് പൊളിച്ചതിന് അമേരിക്കൻ ഇസ്രായേലിൽ. അതില്ലാത്തതുകൊണ്ടാണ് ഇത്രയും കാലങ്ങളിൽ യുദ്ധം നീണ്ടുപോയത്. ഇനി ഏത് രീതിയിലാണ് ഇനിയിപ്പം ഇന്നലെ പറഞ്ഞ പോലെ ഉത്തര കൊറിയയുടെ സപ്പോർട്ട് വരുന്നുണ്ടോ, സപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ ആ മിസൈൽസിൻ്റെ ഒക്കെ കണക്കുകളൊക്കെ പുറത്തോട്ട് വരികയാണെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല. അപ്പം ഇന്നും ട്രംപ് വന്ന് പറഞ്ഞു ഇറാൻ്റെ എല്ലാം തീർന്നേ. അപ്പോഴും അമേരിക്കയുടെ ഏറ്റവും വലിയ ഫ്ലൈറ്റ് ജെറ്റുകളാണ് താഴെ വീണുകൊണ്ടിരിക്കുന്നത്. ഒരു ഉറപ്പില്ലാണ്ട് വന്ന് കളവ് പറയണമെങ്കിൽ തള്ളണമെങ്കിൽ അതിന് ഇയാൾ തന്നെ വേണം. ആര്? നമ്മുടെ ട്രംപ് എണ്ണം തന്നെ വേണം. ഏതാണെങ്കിലും ഇനി അതല്ലാത്ത ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ ഈ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ചെയ്ത സമയത്ത് കുറേ ഇസ്രായേലിലെ സംഘികളും നമുക്കറിയാം സംഘികളൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇവന്മാരൊക്കെ എന്താണ് ഈ പറയുന്നത്, ഈ സുഡാപ്പികൾ, ജിഹാദികൾ, കാക്കക്കൂട്ടങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, കണ്ടോ ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നമില്ല, ഞങ്ങളിവിടെ അങ്ങനെ കിടലൻ അടിപൊളിയായിട്ട് നിൽക്കുന്നു, ഞങ്ങളിവിടെ അടിച്ച് പൊളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ വീഡിയോസും ഇതൊക്കെ കണ്ടു. പിന്നെ ഞാനും ആലോചിച്ചു, സത്യത്തിൽ അവർ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നാട്ടിലെ പ്രാരാബ്ദം കൊണ്ട് നാട്ടിൽ നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ വേണ്ട മിഡിൽ ഈസ്റ്റിലോ യൂറോപ്പിലോ മറ്റു വലിയ രാജ്യത്തോ ഒക്കെ നല്ല ജോലി കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ് ഫസ്റ്റ് പ്രിഫർ ചെയ്യുക. ഇതൊന്നും കിട്ടാണ്ട് ഈ പട്ടിണി പാവങ്ങളായിട്ടുള്ള ഈ ജന്തുക്കൾ എന്താ പറയുക, തിന്നാൻ വരെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഇനി ചന്തി കഴിയാലും കുഴപ്പമില്ല, ഞാൻ അപ്പി കോരിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണല്ലോ ഇസ്രായേലിലോട്ട് പോകുന്നത്. അങ്ങനെ ഇസ്രായേലിൽ ചെന്ന് ഈ അപ്പി കോരിക്കൊണ്ട് ജീവിക്കുമ്പോഴും ഈ അവിടുത്തെ വയസ്സന്മാരുടെ ചന്തി കൈയൊക്കെ ജീവിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലൊക്കെ അവരുടെ കുടുംബം രക്ഷപ്പെട്ട് പോകുന്നുണ്ടാവും. അറ്റ്ലീസ്റ്റ് കുറച്ച് പൈസ കൺവേർട്ട് ചെയ്യുമ്പോൾ പൈസയൊക്കെ ഉണ്ട്. അങ്ങനെ ജീവിച്ചു പോകുന്ന ഈ പട്ടിണി പാവങ്ങളെ എന്തിനാണ് ഇറാൻ? സത്യമല്ലേ? ഇറാൻ എന്തിനാണ് ഇവന്മാരെ കൊല്ലുന്നത്? അല്ലെങ്കിൽ ഇവന്മാരുള്ള സ്ഥലത്തോട്ട് ഇറാൻ ബോംബ് ചെയ്യേണ്ട കാര്യമില്ല. ഇറാൻ അവിടുത്തെ വാണിജ്യ കേന്ദ്രങ്ങൾ, അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ അവർക്ക് വേണ്ട, അല്ലെങ്കിൽ അവിടേക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ എന്തൊക്കെയാണ് അതൊക്കെയാണ്. അല്ലെങ്കിൽ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത് അവിടുത്തെ തുറമുഖങ്ങൾ, അവിടുത്തെ മറ്റ് ആണവ റിയാക്ടേഴ്സ്, ഇതൊക്കെയാണല്ലോ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത്. ഇങ്ങനത്തെ നമ്മുടെ നാട്ടിൽ കിടന്നിട്ട് ഗതിയും പരഗതിയും ഇല്ലാണ്ട് അവിടെ പോയി ചന്തികയായി ജീവിക്കുന്ന ഈ സാധനങ്ങളുടെ ജീവൻ എന്തിനാണ് ഇറാന്? സത്യമല്ലേ? അപ്പോൾ പിന്നെ അവന്മാർ നിങ്ങളൊക്കെ നല്ല രീതിയിൽ പണിയെടുക്കും മക്കളെ. നിങ്ങളൊക്കെ കഴിക്കുക. അവസാനം കുറേ ഇങ്ങനെ ചന്തി കൈയൊക്കെ ഇങ്ങനെ എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥയിലാവുമ്പോൾ നിങ്ങൾ നാട്ടിലോട്ട് വരണം കേട്ടോ. അപ്പോഴും കൂടെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? ഇവിടെ വന്ന് രാജാവിനെ പോലെ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? അവിടെ നമ്മൾ വെറും വീട്ടത്തിലെ പുഴുക്കളാണെങ്കിലും ഇവിടെ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണോ? അല്ലല്ലോ. അപ്പോൾ ആ മക്കൾ അങ്ങനെ സുഖിച്ച് ജീവിക്കട്ടെ കുറച്ച് കാലെങ്കിലും. ഇനി ബാക്കി എല്ലാം പൊളിഞ്ഞ് കഴിഞ്ഞിട്ട്, ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇറാൻ അടിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഇവന്മാരുടെ മൂട്ടിലിട്ട് അടിക്കുമെന്ന് അറിയില്ല. അതൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. കാരണം ഇവന്മാരുടെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണം നിന്നെ കൊണ്ടുപോയി, അല്ലാത്ത ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാണ്ട്. പിന്നെ അവന്മാർ നമ്മളെ 4 വീഡിയോ വെച്ച് റിയാക്ട് ചെയ്ത് 4 പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീട്ടത്തിൻ്റെ കൂടെ ഇങ്ങനെയും കൂടെ കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ ജീവിക്കട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വാർത്ത, ഇപ്പം അമേരിക്കയുടെ അവസ്ഥ നമ്മൾ കണ്ടു. ഇത്രയും ഫൈറ്റർ ജെറ്റുകൾ അവിടെ വീണിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കട്ടോ. ഏകദേശം US-ൻ്റെ 9ന്റെ മേലെ വിമാനങ്ങളാണ് വെടിവെച്ചിട്ടതായിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടുള്ളത് ടോട്ടൽ ഇത്രയും ദിവസം. അതായത് IRGC അതിൽ കൂടുതൽ പറയുന്നുണ്ട്. പക്ഷേ ഈ US സെൻട്രൽ കമാൻഡ് കൂടെ കൺഫേം ചെയ്തിട്ടുള്ള ഒരു കണക്ക് നമുക്ക് പറയാം. 4 F-15 വിമാനങ്ങൾ, അതിൽ 3 എണ്ണം സ്വയം വെടിവെച്ചിട്ടതാണ് ഈ ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ F-15 ഇന്നും കൂടെ വീണിട്ടുണ്ട്. അങ്ങനെ 4 എണ്ണം അത് പോയിട്ടുണ്ട്. പിന്നെ F-16 വിമാനങ്ങൾ ഒരെണ്ണമാണ് മധ്യമേഖലയിൽ, തെക്കൻ മേഖലയിലാണ് ഒരു F-16 വിമാനം വീണിട്ടുള്ളത്. പിന്നെ ഒരു F-18 വിമാനം അതും തെക്കൻ മേഖലയിലാണ് വീണിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ 2 F-35 വിമാനങ്ങൾ, ഇങ്ങനെ 9 വിമാനങ്ങളാണ് ടോട്ടൽ വീണിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇത് സെൻട്രൽ കമാൻഡിൻ്റെ എന്താ പറയുക കൺഫർമേഷനും കൂടെ ഉള്ള വിമാനങ്ങളുടെ കണക്കാണ്. ഇനി അതല്ലാണ്ട് ഇറാൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് വിമാനങ്ങളും ഒരുപാട് ഹെലികോപ്റ്ററുകളും അവർ വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വേറെ കണക്കുണ്ട്. ഇതാണ് അവിടുത്തെ മൊത്തം കണക്കുകൾ. ഇനി നമ്മൾ അടുത്തത് പറയേണ്ടത് എത്ര സൈനികർ ഇറാനിൽ കൊല്ലപ്പെട്ട്
അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അമേരിക്കൻ സൈനികർ മറ്റ് ബേസിൽ കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിൽ അമേരിക്കയിൽ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. ഈ വാർത്തകൾ ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. ആകെ 13 സൈനികർ മരിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തോട്ട് വരുന്നത്. പക്ഷേ 13 ഏകദേശം 750ഓളം സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പം പുറത്തോട്ട് വരും. ഇത് ട്രംപ് ഭരണകൂടം കംപ്ലീറ്റ്ലി മറച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് അവിടുത്തെ ഒരു ഇൻഡിപെൻഡൻറ്റ് റിപ്പോർട്ടേഴ്സ് ഇപ്പം പുറത്തോട്ട് വിടുന്നുള്ളത്. ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അമേരിക്കയിൽ ഇപ്പം. അതായത് കണക്ക് പ്രകാരം ഏകദേശം 750 മേലെ ആളുകൾ സൈനികർ കൊല്ലപ്പെട്ട്, ഈ സൈനികർ കൊല്ലപ്പെട്ടതിൻ്റെ മരണസംഖ്യ ഇതുവരെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്, ലോകത്തിലോട്ട് വിടാണ്ടേ എന്നാണ്, അമേരിക്കൻ സൈഡിൽ നിന്ന് വിടാണ്ടേ എന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാന സംഭവങ്ങൾ നമുക്കറിയാം. സൗദി എയർബേസിൽ നേരിട്ടുണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 15 പേർക്ക് പരിക്കേറ്റെന്നേ പറഞ്ഞിട്ടില്ല, എത്ര പേര് മരണപ്പെട്ടു എന്നവിടെ പറഞ്ഞിട്ടില്ല. അതുപോലെ USS ജെറാർഡ് ഫോർഡിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തിൽ 200-ലധികം ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ മരണത്തിൻ്റെ കാര്യം പുറത്തോട്ട് വന്നിട്ടില്ല. അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് വലിയ രീതിയിൽ അമേരിക്കയിൽ ഇപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി ട്രംപിനെ അമേരിക്കക്കാർ നേരിട്ട് ഇറങ്ങി വന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് എടുത്ത് എറിയും എന്നുള്ളത് സത്യം തന്നെയാണ്. അവരിങ്ങനെ പിടിച്ചിരിക്കുകയാണ് കംപ്ലീറ്റ്. ആ രീതിയിലാണ് അവിടെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.